ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്മൂത്തി റെസിപ്പിയാണ്. ചൂട് കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നൊരു തണുത്ത റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു. ഇത് മറ്റൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത് നന്നായി പഴുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മറ്റൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ അവോക്കാഡോയിൽ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു പൾപ്പൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവോക്കാഡോ നമ്മൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കുന്നതാവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കയ്പ്പ് രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് പഴുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതെടുക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ ആ ഒരു സ്കിന്ന് ചേർത്തിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ ആ ഒരു യെല്ലോ ആയിട്ടുള്ള ആ ഫ്ലഷാണ് കൂടുതലായിട്ട് ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമുള്ള ഒരു ഫ്രൂട്ട് അല്ല അവോക്കാഡോ. അതുകൊണ്ടാണ് ഞാനിത് മാംഗോ കൂടെ ചേർത്തിട്ട് ഈ സ്മൂത്തി തയ്യാറാക്കുന്നത്. പക്ഷേ ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് മുൻപിലുമാണ് ഈ അവോക്കാഡോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേക്ക് വളരെ ഹെൽത്തി ആണെന്ന് തന്നെ പറയാം. ഈ സീഡ് ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്കിൻ കൂടെ ഞാനിത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ പാലോ അങ്ങനെയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നില്ല. ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ സ്മൂത്തിക്കും കിട്ടുന്നത്. ഈ ഒരു മാങ്ങയ്ക്ക് പകരം നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് ഈ സ്മൂത്തി തയ്യാറാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ മാങ്ങ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ മാങ്ങക്കാലമൊക്കെ ആയില്ലേ. മാങ്ങ എല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം അവോക്കാഡോയുടെ ആ ഫ്ലഷ് കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് ഈ ഒരു രീതിയിൽ മാത്രമാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു തോലിനോട് ചേർന്നിട്ടുള്ള പോർഷൻ ഞാൻ എടുക്കുന്നില്ല. അത് കുറച്ചുകൂടെ കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ എടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ അവോക്കാഡോ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അവോക്കാഡോ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതായതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിലേക്ക് നാരങ്ങയുടെ നീര് കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അരയ്ക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ കളറിലൊക്കെ ആവും കിട്ടുക. ഇതിലിപ്പം പുളിയും മധുരവും ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ ഒരു നല്ല ടേസ്റ്റ് ഇപ്പോൾ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉള്ളതല്ലല്ലോ. ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലും ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ആവാം. മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത് ഒഴിവാക്കുകയും ആവാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് അരച്ച് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ ഈ നട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് വലിപ്പമുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങയുടെ പീസസാണ്. ഇതൊരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസാണ്. ഇപ്പം ഞാൻ ചെറിയൊരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ഒരു ലെയർ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ലെയർ നട്ട്സ് എടുത്ത് വെച്ചിട്ടുള്ള അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അവോക്കാഡോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ മുകളിലായിട്ട് ഈ മാങ്ങ അരച്ചിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലെയറുകളായിട്ടോ അല്ലാതെ മിക്സ് ചെയ്ത ശേഷമോ നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഇടവിട്ട് ഇതിലേക്ക് ഈ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലെയറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതുമാത്രമല്ല നമുക്ക് ഈ അവോക്കാഡോയുടെ ആ ഒരു ടേസ്റ്റും മാംഗോയുടെ ടേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് മാങ്ങയുടെ പീസസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. വീണ്ടും ഇതിൻ്റെ മുകളിലേക്കായി കുറച്ചുകൂടെ മാംഗോ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിലായി ഒരല്പം തേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിലായി നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് മാങ്ങയുടെ പീസസ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു ചെറിയ പീസ് മാങ്ങ കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്മൂത്തി റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചൂടുകാലത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അതുമാത്രമല്ല ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അവോക്കാഡോയും മാംഗോയും ഒന്നിച്ച് പേസ്റ്റ് ആക്കിയ ശേഷം വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. പക്ഷെ കാണാൻ ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.